സംഗീതപ്രേമികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഗായികയാണ് സുജാത മോഹൻ. 1975-ൽ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിലൂടെയാണ് പിന്നണി ഗാനരംഗത്ത് സുജാത തന്റെ സാന്നിധ്യമറിയിച്ചത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ 2000-ലധികം പാട്ടുകൾ സുജാത പാടിയിട്ടുണ്ട്. കേരള, തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും സുജാതയെ തേടിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് സംഗീത ലോകത്തേക്ക് താൻ വന്നതെന്നും പങ്കാളിയായ മോഹനെക്കുറിച്ച് സംസാരിക്കുകയാണ് സുജാത മോഹൻ. അച്ഛൻ മരിച്ചതിനു ശേഷം അമ്മയാണ് പാട്ട് പഠിപ്പിക്കാൻ വിട്ടത്. അന്ന് മത്സരത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. എന്റെ പാട്ട് കേട്ട് യേശുദാസാണ് ആദ്യം പാടാൻ ക്ഷണിക്കുന്നത്. ബേബി സുജാതയായി നല്ല പേരും പ്രശസ്തിയും ഒക്കെ ലഭിച്ചിരുന്നു. എന്നാൽ പാട്ടൊരു പ്രൊഫഷനായി എടുക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കല്യാണത്തിന് ശേഷമാണ് പാട്ട് എന്ന പ്രൊഫഷനിലേക്ക് തന്നെ തിരിയുന്നത്. അതിന് കാരണം മോഹനാണ്. അദ്ദേഹത്തിന് പാട്ടിനോടുള്ള ഇഷ്ടമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായി ഇരിക്കുന്നത് തന്നെ. മോഹനനുമായുള്ള വിവാഹത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് ദാസേട്ടനായിരുന്നു. ഗുരുവായൂരിൽ വെച്ച് ദാസേട്ടൻ പ്രോഗ്രാമിൽ മോഹനുമുണ്ടായിരുന്നു. സ്റ്റേജിൽ അദ്ദേഹത്തിനൊപ്പം പാടിയതിനു ശേഷം മോഹന്റെ അടുത്താണ് ചെന്നിരുന്നത്. അന്ന് സുജാതയ്ക്ക് 8, മോഹന് 20 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അമ്പലത്തിൽ തൊഴാനായി ചെല്ലുമ്പോൾ മോഹനന്റെ കൈപിടിച്ച് നടന്ന കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെമ്പൈ സ്വാമിയുടെ ശിഷ്യയായിരുന്നു മോഹന്റെ അമ്മ രാധാമണി ഉണ്ണിനായർ. അച്ഛൻ KC ഉണ്ണിനായർ വക്കീലായിരുന്നു. മോഹനും കുറച്ചുകാലം സംഗീതം പഠിച്ചിട്ടുണ്ട്. മോഹന് കല്യാണം ആലോചിക്കുന്ന സമയമായിരുന്നു. ഒരു ദിവസം ചെമ്പൈ സ്വാമിയാണ് മോഹനന്റെ അമ്മയുടെ അടുത്ത് സുജാതയെ മോഹനു വേണ്ടി ആലോചിക്കാമെന്ന് പറയുന്നത്. പക്ഷേ മോഹനന്റെ അമ്മ അത് കേട്ട് ഞെട്ടി. കാരണം സുജാത കുഞ്ഞുകുട്ടിയായിരുന്നു. അത് സ്വാമിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ വലിയ പെൺകുട്ടിയാകുമല്ലോ എന്ന് പറഞ്ഞു ചിരിച്ചു. പാലക്കാട് സംഗീതം അവതരിപ്പിക്കുമ്പോൾ ദാസേട്ടൻ മോഹന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അന്ന് മോഹന്റെ അച്ഛൻ പാലക്കാട്ടെ സംഗീത പരിപാടികളുടെ സംഘാടകനാണ്. ദാസേട്ടൻ അവിടെ ചെല്ലുമ്പോൾ മോഹനന്റെ അമ്മ സമ്മാനങ്ങളൊക്കെ തന്നിരുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് ഞങ്ങളുടെ ജാതകം നോക്കി. സായിബാബയുടെ വിശ്വാസിയായതിനാൽ ബാബയോടും വിവാഹകാര്യം പറഞ്ഞു. ജാതകമൊന്നും നോക്കേണ്ടെന്നും ധൈര്യമായി വിവാഹം നടത്തിക്കോളാനും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സുജാതയുടെ അമ്മയോട് ഇക്കാര്യം അവതരിപ്പിക്കുന്നത് ദാസേട്ടനാണ്. 12 വയസ്സ് പ്രായം വ്യത്യാസം കുറച്ചു കൂടുതലല്ലേ എന്ന് അമ്മ ചോദിച്ചിരുന്നു. എങ്കിലും പാട്ടിനോടുള്ള ഇഷ്ടമുള്ള കുടുംബം എന്ന് കേട്ടപ്പോൾ അമ്മ മറന്നു. അമ്മയ്ക്ക് ജാതകത്തിൽ വിശ്വാസമില്ലാതിരുന്നത് കൊണ്ടാകാം ജാതകമൊന്നും നോക്കാൻ നിന്നില്ല. 18 വയസ്സ് തികഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു. പിന്നീട് രസകരമായ ജീവിതമായിരുന്നു. കല്യാണത്തിന് ശേഷം പാട്ടുപാടാൻ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് മോഹനാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ പാട്ടുപാടാൻ പോയില്ല. ആയിടയ്ക്ക് ഗർഭിണിയായി. ആദ്യത്തെ അബോർഷനായി. രണ്ടാമത് ഗർഭിണിയായതും അബോർഷനായി പോയി. ഈ സമയം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. ഡിപ്രഷനിലേക്ക് വരെ എത്തി. പാട്ടിനെ വരെ വെറുത്തു തുടങ്ങിയിരുന്നു. പക്ഷേ ദാസേട്ടൻ വിളിച്ചാൽ പാടാൻ പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ആ യാത്രയിലാണ് വീണ്ടും ഗർഭിണിയാണെന്ന വാർത്ത അറിയുന്നത്. തുടർന്ന് ദാസേട്ടൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചു. പിന്നീടുള്ള മാസങ്ങളിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ പാട്ടിനോടുള്ള വെറുപ്പ് മാറി. പാട്ടുകൾ പാടിക്കൊടുക്കുമായിരുന്നു. കുഞ്ഞു വയറ്റിലുള്ളപ്പോൾ തന്നെ പാട്ടുപാടി കൊടുക്കുമായിരുന്നു. പിന്നീട് പറഞ്ഞതിലും 1 മാസം മുൻപ് ശ്വേത ജനിച്ചു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.